ഇൻ സിമ്പിൾ മെത്തേഡ് ഷിയാബ്സ് അക്കാഡമിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് GST ആണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പം GSTയിൽ എങ്ങനെ ബില്ല് ചെയ്യാം, എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ടാലിയിൽ പഠിക്കാൻ പോകുന്നത്. GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ട്സ് വിത്ത് GST ആണ്. എന്താണ് GST? GST is known as the goods and service tax. It is an indirect tax which has replaced many indirect taxes in India, such as the excise duty, VAT, service tax, etc. 2005 തൊട്ട് 2017 വരെ നമ്മൾ വാറ്റിലായിരുന്നു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. വാറ്റ്, സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി ഇതൊക്കെ എല്ലാം കൂടി ഒന്നായിട്ട് മാറി 2017 ഫസ്റ്റ് ജൂലൈ 2017 ഇത് GSTയിലേക്ക് നമ്മൾ മാറ്റി. അപ്പോൾ GSTയിലേക്ക് വന്നപ്പം രണ്ട് കാര്യങ്ങൾ കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടായി. ഒന്ന് HSN, ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് ന്യൂമാനിക്കൾച്ചർ. HSN code for classifying the goods under the GST. SAC code means സർവീസ് അക്കൗണ്ടിങ് കോഡ്. അപ്പോൾ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഫേമിന് SAC കോഡും ഇൻവെൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ HSN നമ്പറും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇൻബിൽഡ് ചെയ്തു. അപ്പോൾ സം ഓഫ് ദി കമ്പോണൻസ്, വാട്ട് ആർ ദി കമ്പോണൻസ് ഓഫ് GST? ദർ ആർ 3 taxes applicable under the system. Central Goods and Service Tax, it is known as CGST. SGST also there, State Goods and Service Tax, and Integrated Goods Service Tax, IGST, outside the state. ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിലാണ് ചെയ്യുന്നത്. വിത്തിൻ ദി സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ 2 ടാക്സ് ഉണ്ട്. ഒന്ന് SGSTയും ഒന്ന് CGSTയും ഉണ്ടാവും. അതായത് ഒരു 5% വരുന്ന ഒരു ടാക്സ് ഉള്ള ഗുഡ്സിലാണെങ്കിൽ നമ്മൾ അതിനെ ഡിവിഷൻ ചെയ്യും. 2.5 2.5. 18% ആണെങ്കിൽ 9 എന്ന് നമ്മൾ CGSTയും SGSTയും ആക്കും. 28 ആണെങ്കിൽ 14 എന്നുള്ള രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യും. അപ്പം അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ജേണൽ എൻട്രി ചെയ്യുമ്പം മനസ്സിലാക്കാം. ഇപ്പോൾ HSNും SACയും ഞാൻ ഇവിടെ പറയുന്നില്ല. അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ HSNനെ കുറിച്ച് കൂടുതലായിട്ട് അടുത്ത എപ്പിസോഡിൽ പറയാം. അതുകൂടാതെ കേരള ഫ്ലഡ് സെസ്സും കൂടെ നമ്മൾ ചെയ്യാറുണ്ട്. അതായത് 1% കേരള ഫ്ലഡ് സെസ്, അതായത് ഓഗസ്റ്റ് 2018 നമ്മുടെ ഒരു സ്റ്റേറ്റ് റീബിൽഡ് ചെയ്യാൻ, റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയൊക്കെയുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി ഏർപ്പെടുത്തിയതാണ്. 1% സെസ്സും കൂടെ ഉണ്ട്. അപ്പം ലെഡ്ജർ ക്രിയേഷൻ ഇൻ ടാലി, GST ലെഡ്ജേഴ്സ് ഒക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GST പർച്ചേസ്, GST സെയിൽസ്, IGST, ഇൻപുട്ട് CGST ആൻഡ് ഇൻപുട്ട് SGST. ഫോർ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ടാക്സ് ആണ്. ഔട്ട്പുട്ട് CGST ആൻഡ് ഔട്ട്പുട്ട് SGST അത് രണ്ടും നമ്മൾ സെല്ല് ചെയ്യുമ്പോഴുള്ള ടാക്സിൻ്റെ ഹെഡുകളാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ടാലിയിലേക്ക് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ടാലി പ്രൈം ഓപ്പൺ ചെയ്യുന്നു. ടാലി പ്രൈം ഓപ്പൺ ചെയ്ത് ക്രിയേറ്റ് കമ്പനിയിൽ ഞാൻ GST അക്കൗണ്ട്സ് ഒള്ളി എന്ന് പറയുന്ന ഒരു കമ്പനി ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. GST അക്കൗണ്ട്സ് ഒള്ളി, ദെൻ സ്റ്റേറ്റ് കേരള, ഫസ്റ്റ് ഏപ്രിൽ 2021 ആണ് ഞാൻ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നു. കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വരും. മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഏസ്, ബിൽ വൈസ് ഏസ്. ഇൻവെൻട്രി നമ്മളിതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, സോ നോ. എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, കണ്ടല്ലോ, എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST എന്നുള്ളത് നമ്മൾ ഏസ് കൊടുക്കുന്നു. ഏസ് കൊടുക്കുമ്പോൾ ഓൾറെഡി നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തപ്പം സ്റ്റേറ്റ് സെലക്ട് ചെയ്ത കേരളയാണ്. അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി കേരള ഇവിടെ വന്നത്. രജിസ്ട്രേഷൻ ടൈപ്പ് 2 രീതിയിലുണ്ട്, റെഗുലറും കോമ്പോസിഷനും ഉണ്ട്. നമ്മൾ എല്ലാ മാസവും GST റിട്ടേൺ ഫയൽ ചെയ്ത് പോവുകയാണെങ്കിൽ അത് റെഗുലറും, 3 മാസം അങ്ങനെയുള്ളൊരു പീരീഡ് ടൈമിലാണെങ്കിൽ അത് കോമ്പോസിഷൻ എന്നുള്ള രീതിയിലുമാണ്. നമ്മളിപ്പോൾ റെഗുലർ എന്നുള്ള കോൺസെപ്റ്റിലാണ് പോണത്. ദെൻ GST ടിൻ നമ്പർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്.
അവിടെ നമ്മൾ GST ടിൻ നമ്പർ ടൈപ്പ് ചെയ്യണം. 32ൽ തുടങ്ങുന്ന നമ്പറാണ് നമ്മുടെ GST ടിൻ നമ്പർ. കേരള കോഡാണ് GST ടിൻ നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് GST ടിൻ നമ്പർ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിവിടെ ഒരു കമ്പനിയുടെ GST ടിൻ നമ്പർ തന്നിട്ടുണ്ട്. 32AAWCS 5466P1ZC ഒരു കമ്പനിയുടെ GST ടിൻ നമ്പറാണ്. നമുക്കിത് ജസ്റ്റ് കൊടുത്തു നോക്കാം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാൻ പറ്റും. അപ്പോൾ 32 എന്ന് പറയുന്നത് കേരള കോഡ്, അത് കഴിഞ്ഞാൽ 5 ആൽഫാബെറ്റ്സ് ഉണ്ട്, അത് കഴിഞ്ഞാൽ 4 ഡിജിറ്റ്സ് ഉണ്ട്, വീണ്ടും ഒരു ആൽഫാബെറ്റ്, പിന്നെ ഒരു ഡിജിറ്റ്, പിന്നെ 2 ആൽഫാബെറ്റ്. ഓക്കെ, ഞാൻ ആ GST ടിൻ നമ്പർ ടൈപ്പ് ചെയ്തു. 32AAWCS 546661ZC എന്നുള്ളത് കൊടുത്തു. ഇപ്പോൾ വെരിഫൈ ദ കമ്പനി GST ടിൻ ഓർ UIN നമ്പർ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനിത് കൊടുത്തത് കറക്റ്റ് അല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ വെരിഫൈ ചെയ്യാം, എന്താണ് വ്യത്യാസം, എന്താണ് തെറ്റുപറ്റിയെന്ന് നോക്കാം. ഇവിടെ ഒരു P എന്ന് പറയുന്ന ലെറ്റർ ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം അവിടെ കാണിച്ചത്. ഇനി നോക്കിക്കോളൂ, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വന്നു. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ GST ടിൻ നമ്പർ കൊടുക്കുമ്പോൾ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി മെസ്സേജ് നമുക്ക് കിട്ടും. GSTR1 എങ്ങനെയാണ്, മന്ത്ലിയാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഇ-വേ ബിൽ ആപ്ലിക്കബിൾ എന്ന് ചോദിക്കുന്നുണ്ട്. യേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇൻവോയ്സിൽ 50,000 എബോ വന്നു കഴിഞ്ഞാൽ ഇ-വേ ബില്ലിൽ നമ്മളത് രജിസ്റ്റർ ചെയ്യണമെന്നാണ്. കേരള ഫ്ലഡ്സസ് ആപ്ലിക്കബിൾ ആണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അത് രണ്ടും നോയാണ് ഇപ്പം ചെയ്യുന്നത്. അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി പറയുമ്പോൾ നമുക്ക് അതിലേക്ക് വരാം. ഇപ്പം ഞാൻ ജസ്റ്റ് സിമ്പിൾ GSTയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്, അക്കൗണ്ട്സ് ഒള്ളിയാണോ പറയുന്നത്. അപ്പം ഞാൻ അത്രയും കാര്യങ്ങൾ കൊടുത്തു. ബാക്കിയുള്ള ഇൻഫോർമേഷൻസ് ഒന്നും നമുക്കിപ്പം തൽക്കാലം വേണ്ട. സോ അതുകൊണ്ട് നമ്മളത് നോ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുന്നു. കമ്പനി ക്രിയേറ്റ് ആയി. ഇനി നോക്കൂ, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ലെഡ്ജർ ക്രിയേറ്റ് എന്തൊക്കെയാണ്? GST പർച്ചേസ്, GST പർച്ചേസ്. ഇവിടെ 5% ആണ്. ഞാൻ GST പർച്ചേസ് അറ്റ് 5% എന്നുള്ള കൊടുത്തു. അണ്ടർ പർച്ചേസ് അക്കൗണ്ട് ഇവിടെ നമുക്ക് ടൈപ്പ് ഓഫ് ലെഡ്ജർ നോട്ട് ആപ്ലിക്കബിൾ. ഇവിടെ ഈസ് GST ആപ്ലിക്കബിൾ. വാറ്റ് ചെയ്തപ്പോൾ എന്താണോ വന്നത് അതേപോലെ തന്നെയാണ്. സെറ്റ് ഓൾഡർ GST ഡീറ്റെയിൽസ് ഏസ് കൊടുക്കുന്നു. ഏസ് കൊടുക്കുമ്പോൾ അവിടെ HSN ഓർ SAC കോഡ്, അത് സർവീസ് ആണോ HSN ആണോ എന്നുള്ള ചോദ്യമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ഡിജിറ്റ് നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ അതൊന്നും കൊടുക്കണില്ല, ജസ്റ്റ് എൻ്റർ ചെയ്യുന്നു. ട്രാൻസാക്ഷൻ, നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ, അവിടെ നമുക്ക് പർച്ചേസ് ടാക്സബിൾ ആണ്. പർച്ചേസ് ടാക്സബിൾ സെലക്ട് ചെയ്തു. ഇവിടെ 5 ഇൻ്റഗ്രേറ്റഡ്, അവിടെ 5 കൊടുത്താൽ മതി. നോക്കിയേ എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് കാണാം. നേരത്തെ ജസ്റ്റ് ടാക്സ് റേറ്റ് മാത്രം നമ്മൾ വാറ്റിൽ കൊടുത്തിട്ടുള്ളായിരുന്നു ഇല്ലേ. ഇവിടെ GSTൻ്റെ അവിടെ ഇൻ്റഗ്രേറ്റ് ടാക്സിൻ്റെ അവിടെ 5 കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 2.5 വരും. ദെൻ അക്സെപ്റ്റ്. നമ്മളിത് ഗുഡ്സ് ആണ്, സോ ഗുഡ്സ് സെലക്ട് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നു GST സെയിൽസ് @5%. സെയിൽസ് അക്കൗണ്ട് ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽസ് ഏസ് ആക്കുന്നു. ഇവിടെ നമ്മൾ സെയിൽസ് ടാക്സബിൾ എന്നുള്ള സെലക്ട് ചെയ്യുന്നു. 5 2.5 വന്നു. ഇവിടെയും ഗുഡ്സ് സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻപുട്ട് CGST @2.5%. നമുക്ക് വെറും CGST 2.5 SGST 2.5 കൊടുക്കാം. പക്ഷേ പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള ടാക്സ് എത്രയാണെന്നുള്ള ഇൻ ഡീറ്റെയിൽ കൊടുക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ടാക്സ് ഒക്കെ എന്തിലാണ്? അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ്. അപ്പോൾ അവിടെ ചോദിക്കും എന്ത് ടാക്സ് ആണ്? GST ആണ്. GSTയിൽ എന്താണ്? സെൻട്രൽ ആണോ എന്ന് ചോദിക്കും. സെൻട്രൽ ടാക്സ് 2.5 സേവ് ചെയ്യുന്നു. ഇനി ഇൻപുട്ട് SGST ഉണ്ട്. ഇൻപുട്ട് SGST @2.5%. സെയിം ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് GST ആണ്. അവിടെ സ്റ്റേറ്റ് ടാക്സ് കൊടുക്കുന്നു 2.5%. അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി എന്താണ്? സെയിൽസിനുള്ള കൊടുക്കണം. ഔട്ട്പുട്ട് CGST @2.5%. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ആണ് GST. സെൻട്രൽ ടാക്സ് അവിടെയും 2.5.
ഇനി ഔട്ട്പുട്ട് SGST at 2.5%. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് GST സ്റ്റേറ്റ് ടാക്സ് അവിടെയും 2.5 കൊടുത്തു, സേവ് ചെയ്തു. അപ്പോൾ നമ്മുടെ മെയിൻ ടാക്സുകളെല്ലാം ചെയ്തു. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്തിട്ടേക്കാം, റൗണ്ട് ഓഫ്. ചിലപ്പോൾ നമുക്ക് റൗണ്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട്. അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഇൻവോയ്സ് റൗണ്ടിങ്, നോർമൽ റൗണ്ടിങ് 1, ദെൻ സേവ് ചെയ്തു. നോക്കുക, നമുക്ക് ലെഡ്ജറിൻ്റെ ഡിസ്പ്ലേ ഒന്ന് എടുത്ത് നോക്കാം, അല്ലെങ്കിൽ ഓൾട്ടർ എടുത്ത് നോക്കിയാലും മതി. ലെഡ്ജർ കണ്ടോ, CGST പർച്ചേസ് അറ്റ് 5, SGST സെയിൽസ് അറ്റ് 5, ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST 2.5, ഔട്ട്പുട്ട് ഓൾസോ 2.5 ആൻഡ് റൗണ്ട് ഓഫ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. നേരെ അക്കൗണ്ടിങ് വൗച്ചറിൽ ഇനിയും ട്രാൻസാക്ഷനിലേക്ക് പോയാൽ മതി. നമ്മുടെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇൻവെസ്റ്റഡ് ഇൻ ടു ബിസിനസ് ₹1 lakh, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ 1 lakh, F6-ലാണ്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കിയേ, GST പർച്ചേസ് 5% ഗുഡ്സ് ഫ്രം സാഗർ ആൻഡ് കമ്പനി. സാഗറിൻ്റെ GST ടിൻ നമ്പർ തന്നിട്ടുണ്ട്, എമൗണ്ട് 12,000 ആണ്. ജേണൽ എൻട്രി നോക്കാം. GST പർച്ചേസ് അറ്റ് 5% അക്കൗണ്ട് ഡെറ്റർ 12,000, ഇൻപുട്ട് CGST അറ്റ് 2.5 300, ഇൻപുട്ട് SGST അറ്റ് 2.5 300. നമ്മൾ വാറ്റ് ചെയ്തപ്പോൾ ഇൻപുട്ട് വാറ്റ് എന്ന് മാത്രമേ ഉള്ളായിരുന്നു, 600 മാത്രമേ ഉള്ളായിരുന്നു അല്ലേ. ആ 600-നെ രണ്ടായിട്ട് ഭാഗിച്ചു, 2.5 2.5 ടു സാഗർ 12,600. അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് എൻറ്റർ ചെയ്യാം. F6 റെസിപ്റ്റിലാണ്. നമുക്ക് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യാം. ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് 1 lakh, ഡെബിറ്റ് ക്യാഷ്. ഇനി F9 പർച്ചേസിലേക്ക് പോവാണ്. F9 പർച്ചേസിൽ നമുക്ക് സപ്ലൈസ് ഇൻവോയ്സ് നമ്പർ ഒന്നും തന്നിട്ടില്ല, നമുക്ക് ജസ്റ്റ് 1 എന്ന് നമുക്കിവിടെ കൊടുക്കാം. പാർട്ടീസ് നെയിം ആരാണ്? സാഗറാണ്. സാഗർ അണ്ടർ സൺട്രി ക്രെഡിറ്റർ. മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, യെസ് ആണ്. സാഗർ അഡ്രസ് കേരള, നേരെ വരുന്നു, റെഗുലർ ആണ്. GST ടിൻ നമ്പർ, ഇവിടെ സാഗറിൻ്റെ GST ടിൻ നമ്പർ കൊടുക്കണം. ഇവിടെ നമ്മൾ സാഗറിൻ്റെ GST ടിൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് എൻറ്റർ ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. നേരെ പർട്ടിക്കുലേഴ്സിൻ്റെ അവിടെ വന്നു. നമുക്കിവിടെ എന്താണ്? GST പർച്ചേസ് 5%, 12,000, 12,000 കൊടുത്തു. ഇനി എന്തൊക്കെയുണ്ട്? ഇൻപുട്ട് CGST 2.5, ഇൻപുട്ട് SGST 2.5 വന്നു. ഇനി ഇതിൻ്റെ ജേണൽ എൻട്രി ആയിട്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചേഞ്ച് മോഡ് നമ്മൾ നോക്കിയാൽ മതി. ചേഞ്ച് ബോർഡിൽ ആസ് വൗച്ചർ ആക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും സാഗർ 12,600 കണ്ടോ. ഈ രീതിയിൽ നമുക്ക് കാണാനും പറ്റും. നമുക്ക് അക്കൗണ്ട് ഇൻവോയ്സ് ഉള്ളതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ ഇത് സേവ് ചെയ്തു. ഇനി അടുത്ത ട്രാൻസാക്ഷൻ GST സെയിൽസ് 5% ഗുഡ്സ് ടു AJ ലിമിറ്റഡ്. AJ ലിമിറ്റഡിൻ്റെയും GST ടിൻ നമ്പർ ഉണ്ട്, 15,000-നാണ്. അവിടെ നോക്കുക, AJ ലിമിറ്റഡ് 15,750, GST സെയിൽസ് 5% 15,000 ടു ഔട്ട്പുട്ട് CGST 2.5 ടു ഔട്ട്പുട്ട് SGST 2.5. സെയിൽസിലാണ് നമുക്കിത് ചെയ്യേണ്ടത്, അത് നോക്കാം. F8 പ്രസ് ചെയ്യുന്നു. നമ്മൾ AJ ലിമിറ്റഡിനെ ക്രിയേറ്റ് ചെയ്യണം. AJ ലിമിറ്റഡ് സൺട്രി ഡെപ്റ്റർ ആണ്. മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് ഏസ് ആണ്. റെഗുലർ, ഇവിടെ GST ടിൻ നമ്പർ AJയുടെ നമ്മൾ 32-ൽ തുടങ്ങുന്ന GST ടിൻ നമ്പർ ഞാൻ കൊടുത്തു. ദെൻ അക്സെപ്റ്റ് ചെയ്തു. GST സെയിൽസ് സെലക്ട് ചെയ്തു, 15,000 ഞാൻ ടൈപ്പ് ചെയ്തു. ഔട്ട്പുട്ട് CGST ആൻഡ് ഔട്ട്പുട്ട് SGST. റൗണ്ട് ഓഫ് ഒന്നും കൊടുക്കണ്ട. ദെൻ നമ്മൾ ന്യൂ റെഫറൻസ് ബിൽ നമ്പർ ആണ് 1 എന്നുള്ള രീതിയിൽ നമ്മളത് സേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. അപ്പം സെയിൽസും കഴിഞ്ഞു, പർച്ചേസും കഴിഞ്ഞു. നോക്കാം, നമുക്ക് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ 12,000 15,000 കാണാൻ പറ്റുള്ളൂ. നമുക്ക് ടോട്ടൽ അറിയണമെന്നുണ്ടെങ്കിൽ എവിടെ തന്നെ പോകണം? ഡിസ്പ്ലേയിൽ അക്കൗണ്ട് ബുക്കിൽ സെയിൽസ് രജിസ്റ്റർ, അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് കാണാം 15,750. പർച്ചേസ് രജിസ്റ്ററിൽ 12,600. ഇവിടെയാണ് നമ്മുടെ GST റിപ്പോർട്ടൊക്കെ ഉണ്ടാവുക. ഈ GST റിപ്പോർട്ടിൽ GSTR 1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും
രണ്ട് ബില്ലുകൾ, അതായത് ഒരു 15750 ഒരു ബില്ലും ഉണ്ട് അല്ലേ. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ AJ ലിമിറ്റഡ്, അതിൻ്റെ GST നമ്പർ, ടാക്സബിൾ എമൗണ്ട്, CGSTയും SGSTയും ഡിവൈഡ് ചെയ്തേക്കുന്ന കാണാം, അതിൻ്റെ ടോട്ടൽ ടാക്സ് എമൗണ്ടും കാണാം. അതുപോലെ തന്നെ GSTR 2 എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. GSTR 3B എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 600 750 അതിൻ്റെ ആ വ്യത്യാസം നമുക്കറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ GSTR 1 എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്കറിയാൻ പറ്റും എത്ര ട്രാൻസാക്ഷൻ ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. ഇവിടെ നോട്ട് റെലവൻറ്റ് ഇൻ ദിസ് റിട്ടേൺ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഒരു റെസിപ്റ്റ് ഉണ്ട്, അതുകൂടാതെ ഒരു പർച്ചേസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് 15,000-ൻ്റെ 750-യുടെ ആണ് GST ആയിട്ട് കാണിക്കുന്നത്. ഇവിടെ HSN SAC സമ്മറി ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ കൊടുക്കാത്തതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ ഇല്ല എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ട്രാൻസാക്ഷൻ ചെയ്തു. എന്തൊക്കെയായിരുന്നു? സെയിലും പർച്ചേസും ചെയ്തു. ഇനി ഇതിൻ്റെ അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് GST അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ആണ്. GST അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് CGST ഉണ്ട്, ഔട്ട്പുട്ട് SGST ഉണ്ട്, ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും, ദെൻ GST പേയബിൾ എന്നുള്ള ഈ ഒരു ഭാഗം നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നേരത്തെ നമ്മൾ വാറ്റിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെ. F7ലേക്ക് പോകുന്നു, ഔട്ട്പുട്ട് CGST 375 0 ആയി, വീണ്ടും ഡെബിറ്റ്. ഔട്ട്പുട്ട് SGST 375, ഇൻപുട്ട് CGST 300, ഇൻപുട്ട് SGST 300, പിന്നെ ഒരെണ്ണം GST പേയബിൾ എന്ന് പറയുന്ന ഒരു ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. കറണ്ട് ലയബിലിറ്റി സേവ് ചെയ്യുന്നു, 150 അവിടെ വരും, ആക്സെപ്റ്റ്. ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ GST പേയബിൾ എന്ന് പറയുന്ന 150 അവിടെ കാണാം. ഇനിയും ആ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സിൽ നിന്ന് മാറി ഈ 150 നമ്മൾ പേ ചെയ്താൽ മതി. അപ്പം ഞാനൊരു ജസ്റ്റ് ഒരു അവെയർനെസ്സിന് വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആണ്. GSTയുടെ ട്രാൻസാക്ഷനും ലെഡ്ജറും ഒക്കെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. താങ്ക് യു ഫോർ വാച്ചിങ് ഷിയാബ്സ് അക്കാഡമീസ് ലേൺ ടാലി സോഫ്റ്റ്വെയർ ഇൻ സിമ്പിൾ മെത്തേഡ്.